നിന്നെ അവൻ സ്വന്തമാക്കി കഴിഞ്ഞില്ലേ? ഇല്ല. മോഹിച്ച പെണ്ണിനെ അവൻ കൊണ്ടുപോയെങ്കിൽ അതിനുള്ള പ്രതിവിധിയും ഈ ഘോരയ്ക്കറിയാം. നീ അവളുടെ വീട്ടിൽ ചെല്ലുക. എന്നിട്ട് നിനക്ക് കിട്ടാനുള്ള പണം ആവശ്യപ്പെടുക. അല്ല, പണം കിട്ടിയിട്ട് എന്ത് കാര്യം? പണം കിട്ടില്ലല്ലോ. തന്നു തീർക്കാൻ പണമുണ്ടായിരുന്നെങ്കിൽ അയാൾ ആ മിണ്ടാപ്പെണ്ണിനെ തരാമെന്ന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പണമല്ല നമുക്ക് ആവശ്യം, കന്യകയെയാണ്. ദേവൂട്ടി ഒഴിവായ സ്ഥിതിക്ക് അവളുടെ അനിയത്തി ഒരുത്തിയുണ്ടല്ലോ, അവളെ കല്യാണം കഴിച്ചു തരാൻ നീ ആവശ്യപ്പെടണം. അതൊക്കെ നടക്കുന്ന കാര്യമാണോ ഗോര? നടത്തണം, നടത്തിയേ പറ്റൂ. എന്റെ ഉപാസനാമൂർത്തികൾക്ക് സമർപ്പിക്കാൻ എനിക്ക് കന്യകയായ ഒരു പെൺകുട്ടിയെ മതി. അത് ദേവൂട്ടിയായാലും അവളുടെ അനിയത്തിയായാലും ഈ ഉഗ്രസേന അഘോരയ്ക്ക് അതൊരുപോലെയാ. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് അയാളുടെ വീട്ടിലേക്ക് ചെല്ല് ഗഗൻ. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ആവശ്യപ്പെട്. ഒന്നിൽ പഴച്ചാൽ 3. ആദ്യത്തെ 2 ശ്രമവും നമ്മുടെ കൈവിട്ടുപോയി. ഇനി 3-ാം ഊഴം നമുക്ക് പിഴച്ചുകൂടാ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കരുത്തോടെ കളത്തിലിറങ്ങിയേ പറ്റൂ. രക്ഷിക്കണം കോര, കോര രക്ഷിക്കണം. കോര, എന്നോട് ക്ഷമിക്കണം കോര. എന്ത് ക്ഷമിക്കണമെന്ന്? ഞങ്ങളെ ചതിക്കാനായിരുന്നോ നീ വീണ്ടും ഞങ്ങളുടെ കൂടെ കൂടിയത്? അയ്യോ, അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ലായിരുന്നു കോര. ചതിവ് പറ്റിയത് എനിക്കാ. എന്റെ മോൻ ഇങ്ങനെ ഒരു അവിവേകം കാണിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിനുള്ള ശിക്ഷ തന്റെ മോന് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അയ്യോ, ദൈവത്തെ ഓർത്ത് അവനെ ഒന്നും ചെയ്യരുത്. അവന്റെ പ്രായത്തിന്റെ ചോരത്തിളപ്പ് കൊണ്ട് പറ്റിപ്പോയതാ ഇതല്ല. ഇപ്പോ ആ മിണ്ടാപ്പെണ്ണിന്റെ അവസ്ഥ എന്താ? അവളെ തമ്പി സാറിന്റെ വീട്ടുകാര് മരുമകളായി സ്വീകരിച്ചെന്നാ ഞാൻ അറിഞ്ഞത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇത് അയാളാ, ആ തമ്പി സാറ്. ഫോൺ സ്പീക്കറിലിട്. ഹലോ. ആ വിക്രമ, സോറി വിക്രമ, നേരത്തെ വിളിച്ചപ്പോ കോൾ എടുക്കാത്തത് ഞാൻ എല്ലാവരുടെയും ഒപ്പമായിരുന്നോണ്ടാ. സാർ ഇതെന്തു പണിയാ കാണിച്ചത്? മോൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ എല്ലാവരും കൂടി അങ്ങ് താലമെടുത്ത് സ്വീകരിച്ചു അല്ലേ? അങ്ങനെയൊന്നുമില്ല വിക്രമ. സന്ദീപ് അവളെ കല്യാണം കഴിച്ചെന്നേ ഉള്ളൂ. അവളിപ്പോഴും ഞങ്ങളുടെ ഔട്ട് ഹൗസിലാണ് കഴിയുന്നത്. സന്ദീപ് ഞങ്ങളുടെ കൂടെ 41 ദിവസം കഴിയാതെ ഭാര്യ ഭർത്താക്കന്മാരായി കഴിയാൻ പറ്റില്ലെന്ന സ്ത്രീകൾ 2 പേരോടും പറഞ്ഞിരിക്കുന്നത്. വേണം, അങ്ങനെ തന്നെ വേണം. ഈ പറഞ്ഞ ദിവസങ്ങൾ മുഴുവൻ അവള് കന്യകയായി തുടരണം. ബാക്കിയൊക്കെ എനിക്ക് വിട്ടേക്ക്. ശരി കോര, അതിനുള്ളിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോളാം.
41 ദിവസം മതി. ആ 41 ദിവസത്തിനുള്ളിൽ ബലിപീഠത്തിൽ അവളെ എത്തിച്ച് ഞാൻ എന്റെ ഉപാസനാമൂർത്തികളെ തൃപ്തിപ്പെടുത്തും. അത് ഈ ഉഗ്രസേന ഘോരയ്ക്ക് ജീവിതവ്രതമാണ്. അതിനുവേണ്ടി എനിക്കിനി ഈ മൂർത്തിയുടെ വേഷത്തിന്റെ ആവശ്യമില്ല. സാക്ഷാൽ ഉഗ്രസേന അഘോരയായി തന്നെ. ഞാൻ കളത്തിലിറങ്ങുകയാണ്. അവൾ അവിടെ എന്ത് ചെയ്യാണെന്ന് അറിയണമല്ലോ. തന്നെയല്ല, കൂടെ കൂടെ ചെക്കിങ്ങിന് ചെല്ലുന്നുണ്ടെന്ന് ബോധ്യമായ എന്റെ കണ്ണ് വെട്ടിക്കാൻ അവൾക്ക് ധൈര്യം വരില്ല. ഇന്നു മുതൽ അവൾ ഇവിടെ കിടന്ന് അനുഭവിക്കാൻ പോവുമല്ലേ. എന്റെ മകനെ വെച്ച് അവളെ ധിക്കാരം കാണിച്ചതിന് ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. 41 ദിവസം കഴിയുന്നതിന് മുൻപ് ഇവളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. ഇതാരാ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത്? ഇനി അവളാണോ? അവളെങ്ങനെ നാമം ചൊല്ലും? ഓമയല്ലേ? ഇനി വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇനി മൊബൈലിൽ നാമജപം ഇട്ടിരിക്കുകയാണോ? ഇവിടെ നീയല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഇവിടെ ആരാ നാമം ചൊല്ലിയത്? ആ, നിന്റെ മൊബൈൽ എവിടെ? ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും.